അടുത്ത ഗവർണറാണ് പരിചയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. 1786 മുതൽ 1793. ബംഗാളിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ വ്യക്തിയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ്. കോടതികളെ ഗ്രേഡുകളാക്കി തരംതിരിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയാണ്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായം വേർതിരിക്കാനായി കോൺവാലിസ് കോഡ് കൊണ്ടുവന്നതും ഇദ്ദേഹമാണ്. ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറലാണ്. സിവിൽ സർവീസിനെ വാണിജ്യം, റവന്യൂ, നീതിന്യായ നിർവഹണം എന്നിങ്ങനെ വിഭിന്ന ഭരണ ചുമതലകൾ നിർവഹിക്കുന്നതിനായി 3 പ്രത്യേക വിഭാഗങ്ങളായി സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ജഡ്ജിമാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഡിസ്ട്രിക്ട് പ്രൊവിഷണൽ കോടതി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. കോൺവാലിസ് പ്രഭുവിന്റെ അന്ത്യശ്രമ സ്ഥലമാണ് ഗംഗാ തീരത്തെ ഗാസിപൂർ.